ഹർഷനയുടെ സമരം തുടരും. ഹർഷനയെ എല്ലാവർക്കും പരിചയമുണ്ടാകും. ഒരുപാട് നാൾ നമ്മൾ ഹർഷനയുടെ വാർത്ത ചർച്ച ചെയ്തതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങിയ അടിവാരം സ്വദേശിനി ഹർഷന വീണ്ടും സമരമുഖത്തേക്ക് എത്തുകയാണ്. നമുക്കറിയാം, ഒരുപാട് ദുരന്തം പേറി അതിനുശേഷം ഒരുപാട് സമരരംഗത്ത് ഇരിക്കേണ്ടി വന്നു. വീണ്ടും എന്തുകൊണ്ട് ഹർഷനയ്ക്ക് സമരം ചെയ്യേണ്ടി വരുന്നു? വീഴ്ച വരുത്തിയ ഡോക്ടർമാർക്കെതിരായ അച്ചടക്ക നടപടിയും നിയമ നടപടികളും വേഗത്തിലാക്കണം എന്നും മതിയായ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല, നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർഷന വീണ്ടും സമരത്തിനൊരുങ്ങുന്നത്. ഈ മാസം 29-ന് കളക്ട്രേറ്റിന് മുന്നിലാണ് ഏകദിന സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ദുരിതം പേറിയ ഒരു സ്ത്രീ വീണ്ടും സമരരംഗത്തേക്ക് വരികയാണ്. അവരെ ആ സമരത്തിന് നിർബന്ധിതയാക്കുകയാണ്. അത് നീതി കിട്ടിയില്ല എന്നൊരു ബോധമാണ് വീണ്ടും സമരത്തിലേക്ക് എത്താൻ കാരണമെന്ന് ഹർഷന പറയുന്നു. ആരാണ് ഹർഷന? നമ്മൾ ഒരു ചെറിയ ഇടവേളയിൽ ഹർഷനയെ മറന്നുപോയവർക്കായി വീണ്ടും ഓർക്കാം ആരാണ് ഹർഷനയെന്ന്. ജീവിതം വലിയ വേദനയും നീതിക്കായുള്ള നിരന്തര സമരവുമാക്കി മാറ്റിയ യുവതിയാണ്. 5 വർഷം വയറ്റിൽ കത്രികയുമായി ജീവിക്കേണ്ടുന്ന സാഹചര്യമുണ്ടായി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അശ്രദ്ധമായി ചെയ്ത പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെയാണ് ഹർഷനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. 12 സെന്റിമീറ്ററോളമുള്ള സർജിക്കൽ കത്രിക. 2017 നവംബർ 30-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെയാണ് കത്രിക മറന്നുവെച്ചതെന്ന് ഹർഷന പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് സമര പോരാട്ടം തുടങ്ങിയതാണ് ഹർഷന. 5 വർഷം ഈ കത്രികയും പേറി കഠിനമായ വേദനയും ശാരീരിക പ്രശ്നങ്ങളുമായി ആശുപത്രികൾ കയറിയിറങ്ങി മരുന്നുകൾക്കൊപ്പം ജീവിച്ച് തീർക്കുകയായിരുന്നു ഹർഷന. അതിനുശേഷം സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് കത്രിക കണ്ടെത്തുകയും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് 2022 സെപ്റ്റംബറിൽ ഓപ്പറേഷനിലൂടെ പുറത്തെടുക്കുകയും ചെയ്തത്. എന്തായാലും 5 വർഷത്തെ നരകയാതനയ്ക്കും മെഡിക്കൽ അശ്രദ്ധയ്ക്കുമെതിരെ ഹർഷന നൽകിയ പരാതി പക്ഷേ അധികൃതർ ഗൗരവമായി എടുത്തില്ല. കത്രിക തങ്ങളുടേതല്ല എന്ന വിചിത്രവാദമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആരോഗ്യമന്ത്രി നേരിട്ടെത്തി ഹർഷനയ്ക്ക് വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും അതിലും തുടർ നടപടികൾ ഒന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഹർഷന ഇപ്പോൾ വീണ്ടും സമര രംഗത്തേക്ക് ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും വലിയൊരു അനാസ്ഥയ്ക്ക് ഇരയായി എല്ലാ തെളിവുകളോടും കൂടി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞിട്ടും ഈ ആരോഗ്യവകുപ്പ് മന്ത്രി അന്ന് തൊട്ട് ഹർഷനക്കൊപ്പമാണ് സർക്കാർ, മുഖ്യമന്ത്രി അടക്കം നമ്മളെ കാര്യത്തിൽ തീരുമാനമാവും നീതി ഉറപ്പാക്കുന്നു പറഞ്ഞു എന്നല്ലാതെ ഒരു തരത്തിലുള്ള നീതി ഇതുവരെ നമുക്ക് ഉറപ്പായിട്ടില്ല. അപ്പോൾ അവസാന പ്രതീക്ഷയായിരുന്നു കോടതി. അപ്പോൾ അവിടെ പോലും നമ്മളെ അവഗണിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. ഈ കുന്നമംഗലം കോടതിയിൽ ഈ ക്രിമിനൽ കേസ് വിചാരണ തുടങ്ങാനിരിക്കുന്ന സമയത്താണ് അവിടെ പോയിട്ട് ഞങ്ങൾ നിരപരാധികളാണെന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് പോയിട്ട് ഹൈക്കോടതിയിൽ സ്റ്റേ വാങ്ങിപ്പോകുന്നത്. നമ്മളെ ഭാഗം കേൾക്കാൻ പോലുള്ള ഒരു സമയം തരാതെ അവർ സ്റ്റേ കൊടുത്തു. ഇത്രയും അധികം തെളിവുകൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ അവസാന ഒരു പ്രതീക്ഷ കോടതിയാണ്. ഇപ്പം ഒരു കോമ്പൻസേഷന് വേണ്ടി നമ്മൾ എന്തായാലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള നീതി ഉറപ്പാവില്ല എന്ന് ഉറപ്പായപ്പോഴാണ് നമ്മളിപ്പോൾ കോടതിയിൽ കോമ്പൻസേഷന് വേണ്ടി ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന് തീരുമാനമായി വരുമ്പോഴേക്ക് എന്നാന്ന് നമുക്കറിയില്ല. കോടതിയുടെ പ്രൊസീജിയേഴ്സ് ഒക്കെ അങ്ങനെയാണല്ലോ. നമ്മളെ നഷ്ടങ്ങൾക്ക് ആ ഒരു സമയത്ത് നഷ്ടപ്പെട്ട സമയത്താണല്ലോ നമുക്ക് നഷ്ടപരിഹാരം വേണ്ടത്. അപ്പോൾ അതിന് ഒരു തീരുമാനം അല്ലെങ്കിൽ ഇത് ചെയ്തവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ആരോഗ്യവകുപ്പ് മന്ത്രിന്റെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്ത് തരത്തിലുള്ള നീതിയാണ് ഇവർ നമുക്ക് ഉറപ്പാക്കുന്നത്? ഇനി ഒരാൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവാനും പാടില്ല. അപ്പോൾ നീതി കിട്ടുന്നത് വരെ എവിടെയാണോ കിട്ടുന്നത് വരെ പോരാട്ടം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിരന്തരമായ ഒരു സമരത്തിന് തൽക്കാലം ആരോഗ്യാവസ്ഥ സമ്മതിക്കാത്തതുകൊണ്ടാണ് നമ്മൾ കുറേ മാറി നിന്ന് ഇനി ഏതെങ്കിലും രൂപത്തിലൊരു നീതി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. നീതി കിട്ടും വരെ സമരം ചെയ്യാന്നുള്ളത് നീതി എവിടെ കിട്ടുന്നു അവിടെ വരും. കാരണം നമ്മൾ അത്രയും തളർന്നു കഴിഞ്ഞു. ഇനി ഒരാൾക്ക് ഇത്രയും വലിയൊരു ഗതികേട് ഉണ്ടാവാൻ പാടില്ല. എന്തായാലും ഹർഷന വീണ്ടും നീതി തേടി സമരരംഗത്തേക്ക് എത്തുകയാണ്. കുറ്റക്കാർ എന്ന് കണ്ടെത്തിയ അല്ലെങ്കിൽ ആരോപിക്കുന്ന ആളുകൾക്കെതിരെ നിയമ നടപടികൾ അത് വേഗത്തിലാക്കണം എന്ന ഒരാവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം 2 ലക്ഷം രൂപയുടെ തുച്ഛമായ ഒരു സഹായം മാത്രമാണ് ലഭിച്ചത്. അവർക്ക് ചികിത്സയ്ക്ക് തന്നെ എത്രയോ അധികം പണം ചെലവായി. കുട്ടികളുടെ പഠനം ഉൾപ്പെടെ മുടങ്ങി സമരരംഗത്തേക്ക് ഇരിക്കേണ്ടി വന്നു. ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിന് മതിയായ ഒരു ധനസഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന ഒരാവശ്യം കൂടിയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും വീണ്ടും സമരരംഗത്തേക്ക് എത്തുന്നു ഹർഷന.